ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ സംസ്ഥാനത്തെ ക്രിക്കറ്റ് ആവേശത്തിന് പുതിയ മുഖം നൽകാൻ കേരള ക്രിക്കറ്റ് ലീഗിലെ ടീമുകൾ ഒരുങ്ങി എന്നുള്ളതാണ്. പിച്ചിലെ പോരാട്ടത്തിന് മുൻപ് ഒത്തുകൂടിയ ക്യാപ്റ്റന്മാർ പങ്കുവച്ചത് കേരള ക്രിക്കറ്റിന്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളാണ്. റിപ്പോർട്ടുകൾ. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായാണ് 6 ടീമുകളുടെയും ക്യാപ്റ്റന്മാർ ഒന്നിച്ചത്. കേരളത്തിലെ വളർന്നു വരുന്ന ക്രിക്കറ്റർമാർക്ക് അസുലഭ അവസരമായിരിക്കും ലീഗെന്ന് ക്യാപ്റ്റന്മാർ ഒന്നടങ്കം പറഞ്ഞു. ഈ കൊല്ലം അത് സ്റ്റാർ സ്പോർട്സ് അവരെല്ലാവരും IPL കാണുന്ന രീതിയിൽ നമ്മുടെ മാച്ച് വീണ്ടും കാണുന്നു. അത് വലിയൊരു കാര്യമാണ്. കാരണം അവരും എല്ലാ പ്ലേയേഴ്സും നമ്മുടെ ടീമാണെങ്കിലും എല്ലാവരുടെ ടീമിലാണെങ്കിലും ഒരുപാട് യങ്സ്റ്റേഴ്സും അതേപോലെ തിരിച്ചൊന്നോടെ നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. വീണ്ടും നമുക്ക് അവിടെ എത്തണം, വീണ്ടും IPL തിരിച്ചു വരണം എന്നുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് അത്. അപ്പോൾ അതാണ് അവരും ചെയ്യണം, അവർക്കും ചെയ്യണമെന്നൊരു ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ള കാര്യമാണ്. ദേശീയ തലത്തിൽ മത്സരങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നതിലൂടെ കേരളത്തിൽ നിന്ന് താരങ്ങൾ കൂടുതലായി ശ്രദ്ധിക്കപ്പെടും. കേരളത്തിലുള്ള അണ്ടർ 16 to 19 പ്ലേയേഴ്സിന് അവർക്കും വലിയൊരു മോട്ടിവേഷനാണ് ഈ ടൂറിന്റെ കളിക്കുക എന്നുള്ളത്. കാരണം ഇതിലിപ്പം അണ്ടർ 19 എനിക്ക് ഒരു 5 to 6 പ്ലേയേഴ്സ് അണ്ടർ 19 നമ്മുടെ ഈ സ്ക്വാഡിൽ മിക്ക ടീംസിലും ഉണ്ട്. അപ്പം ഇനിയുള്ള കേരളത്തിലുള്ള യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അൺനോട്ടീസ്ഡ് പ്ലേയേഴ്സ്, സ്റ്റേറ്റ് കളിച്ചിട്ടില്ല, ജൂനിയർ കാരി സ്റ്റേറ്റ് കളിക്കാത്ത പ്ലേയേഴ്സ് വരെ ഈ ഡിഫറെന്റ് ടീംസിൽ ഉണ്ട്. അപ്പം ഈ ഒരു ടൂർണമെന്റ് അവരെ വലിയതായിട്ട് മോട്ടിവേറ്റ് ചെയ്യും ടു പ്ലേ ടു ഹയർ ലെവൽ. ക്രിക്കറ്റ് ആവേശത്തിന്റെ പുതിയ തലങ്ങൾ കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ടീമുകൾ. 18 തൊട്ട് ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. ലാസ്റ്റ് ഡേ ആണ് ഞങ്ങൾ തിരിച്ച് ഇപ്പൊ ട്രിവാൻഡ്രത്തേക്ക് വന്നത്. സോ ആ ഒരു 2 weeks ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇനിയും ഐ തിങ്ക് മേ ബി 3 more weeks ടൂർണമെന്റ് കൂടെ ഉണ്ടാവും. സോ ഫസ്റ്റ് സീസൺ തന്നെ കപ്പടിക്കാന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹം പോലെ തന്നെ അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. സോ അതിനുവേണ്ടിയാണ് ഇത്ര ഹാർഡ് വർക്കും ഇതൊക്കെ പൊട്ടി ചെയ്യുന്നത്. ആൻഡ് മാനേജ്മെന്റും നല്ല സപ്പോർട്ടാണ്. സോ ലെറ്റ്സ് സീ. പരസ്പരം മത്സരിക്കാൻ കഴിയുന്നതിന്റെ ആവേശവും ക്യാപ്റ്റന്മാർ മറച്ചുവെച്ചില്ല. ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയില്ല, എല്ലാവരും ആദ്യത്തെ ടൂർണമെന്റ് ഫസ്റ്റ് സീസണാണ് KCL. അപ്പൊ സ്പോർട്സ് ലൈവ്. അപ്പൊ എല്ലാവരും ഭയങ്കര എക്സ്പെക്ടഡ് ആണ്. എല്ലാവരും കാര്യം ഭയങ്കരമായിട്ട് അതിനു വേണ്ടിയിട്ടായിട്ട് കുറെ പേര് ഹാർഡ് വർക്ക് ഒരുപാട് എല്ലാവരും നന്നായിട്ട് സീനിയേഴ്സ് അടക്കം ജൂനിയേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയാ ഹാർഡ് വർക്ക് ഇട്ട് തന്നെ ഇതിനു വേണ്ടിയിട്ടായിട്ട് അവർ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 2 മുതൽ 18 വരെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ. ന്യൂസ് 18 തിരുവനന്തപുരം. ഹരി, ഈ കേരള ക്രിക്കറ്റ് ലീഗ് അതൊരു പുതിയൊരു സംഭവമായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്താണ് പ്രതീക്ഷിക്കുക? അതെ, വലിയ പ്രതീക്ഷകളാണ്. കാരണം നമുക്കറിയാം TNPL ഇപ്പോൾ അശ്വിൻ ആയിക്കോട്ടെ, വരുൺ ചക്രവർത്തി ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ വരികയും അത് പുതിയ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരോടൊപ്പം കളിക്കുക എന്നതാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഇവിടെ KCL വരുമ്പോഴും 6 ടീമുകൾ വരുന്നു. പ്രധാനമായി നമ്മൾ കണ്ട് അല്ലെങ്കിൽ IPL അങ്ങനെ ഉണ്ടായിരുന്ന ടീമുകൾ, പ്രത്യേകിച്ച് പ്ലേയേഴ്സ് ഉൾപ്പെടെയുള്ളവർ വരുന്നു. അവരോടൊപ്പം തന്നെ കേരളത്തിലെ താരങ്ങളും കൂടി വരുന്നു. ഒരു വലിയ ടൂർണമെന്റായി തന്നെ സംഘടിപ്പിക്കുന്നു. വേദിയാണ് സത്യം. അതെ.